Hey guys, it's me Ashwati and welcome back to our channel Mentortales. So നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ലിറ്റററി തിയറിയിലെ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു. സ്ട്രക്ചറലിസം പാർട്ട് 1 നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ സ്ട്രക്ചറലിസം ഫെർഡിനാൻഡ് ഡിസോഷ്യറും പഠിച്ചു. ഇന്നത്തെ പാർട്ടിൽ നമ്മൾ സ്ട്രക്ചറലിസം ഫിനിഷ് ചെയ്യും. ദാറ്റ് ഈസ് റോളണ്ട് ബർത്തസിനെ പറ്റി നമ്മൾ നോക്കുന്നുണ്ട്, ലെവി സ്ട്രോസിനെ പറ്റി നോക്കുന്നുണ്ട്, ആൻഡ് നരേറ്റോളജി എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കഴിഞ്ഞാൽ നമ്മുടെ മൊഡ്യൂൾ 2 ഫസ്റ്റ് സെക്ഷൻ സ്ട്രക്ചറലിസം ഫിനിഷ് ആവും. പിന്നെ അതിൽ പോസ്റ്റ് സ്ട്രക്ചറലിസം, പിന്നെ സൈക്കോ അനലിറ്റിക് തിയറി, അതും കൂടിയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇതിലൊക്കെ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ എക്സാം ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ പുതിയ ഡേറ്റ് നമുക്ക് BScക്ക് മാത്രമേ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളൂ. നമ്മുടെ BA BBA ഒക്കെ വരുന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് കുറച്ച് എക്സ്ട്രാ ഡേയ്സ് കിട്ടിയിട്ടുണ്ട്. സോ അതെന്തായാലും മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കസിൻസിനും എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക്. ഓക്കെ, സോ നമ്മളിതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ഫെർഡിനാൻഡ് ഡിസോഷ്യറിനെ പറ്റി പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ആളാണ് റോളണ്ട് ബർത്തസ്. ഓക്കെ, ഈ റോളണ്ട് ബർത്തസിനെ പറ്റി നമ്മൾ സ്ട്രക്ചറലിസത്തിൻ്റെ ഇൻട്രോയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓത്തർ ഈസ് ഡെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരാളാണെന്നുള്ളത്. സോ റോളണ്ട് ബർത്തസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഫ്രഞ്ച് സെമിയോട്ടീഷ്യനും അതുമാതിരി തന്നെ ഫിലോസഫറുമാണ്. Okay, he rejected the concept that work is an independent reality reflecting some eternal truth. സോ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു എറ്റേണൽ ട്രൂത്ത്, ഒരു ശാശ്വതമായിട്ട് നിലനിൽക്കുന്ന ഒരു സത്യത്തിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് റിയാലിറ്റി ആണ് എന്നുള്ള കോൺസെപ്റ്റിനെ ഇദ്ദേഹം എതിർത്തു, ഇദ്ദേഹം റിജക്റ്റ് ചെയ്തു. ഓക്കെ, സോ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്രിട്ടിക്കിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചേഴ്സ് വിത്തിൻ എ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിനകത്തുള്ള ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചേഴ്സ് കണ്ടുപിടിക്കലാണ് ഒരു ക്രിട്ടിക്കിൻ്റെ ഡ്യൂട്ടി. ഓക്കെ, സോ അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ടെക്സ്റ്റിലുള്ള സൈനുകൾ, അതായത് ചിഹ്നങ്ങളും അടയാളങ്ങളും, അതിൻ്റെയൊക്കെ കെയർഫുൾ സ്റ്റഡി ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടത്. സോ അക്കോർഡിംഗ് ടു റോളണ്ട് ബർത്തസ് അതാണ് ഡ്യൂട്ടി ഓഫ് എ ക്രിട്ടിക്. ഒരു വിമർശകൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ടു ഫൈൻഡ് ഔട്ട് ദ ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചേഴ്സ് വിത്തിൻ എ ടെക്സ്റ്റ് ബൈ കെയർഫുൾ സ്റ്റഡി ഓഫ് സൈൻസ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. ഓക്കെ, സോ റോളണ്ട് ബർത്തസ് പിന്നെ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹി ഡിവൈഡഡ് ടെക്സ്റ്റ് ഇൻ ടു കോൺസ്റ്റിറ്റ്യൂട്ടീവ് എലമെൻറ്റ്സ്. സോ ടെക്സ്റ്റിനെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ആക്കിയിട്ട് റോളണ്ട് ബർത്തസ് ഡിവൈഡ് ചെയ്തു. സോ ആ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തേത് ഫങ്ഷൻസ്, സെക്കൻഡ് വൺ ആക്ഷൻസ്, ആൻഡ് തേർഡ് വൺ നരേറ്റീവ് ഇറ്റ് സെൽഫ്. സോ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നെറേറ്റീവിൽ പല വാക്കുകളും പല ഫങ്ഷൻസ് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് ഫങ്ഷൻസ് എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് വേർഡ്സ് ദാറ്റ് പെർഫോം ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഇൻ നെറേറ്റീവ്. സെക്കൻഡ് വൺ ആക്ഷൻസിൽ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇൻസിഡൻസ് ആൻഡ് ക്യാരക്ടേഴ്സ് ആണ്. ഒരു നരേറ്റീവിൽ ഉണ്ടാകുന്ന ഇൻസിഡൻസും ക്യാരക്ടേഴ്സും. ആൻഡ് തേർഡ് വൺ നരേറ്റീവ് ഇറ്റ് സെൽഫ്. ആ നരേറ്റീവിനെ തന്നെയാണ് മൂന്നാമത്തെ എലമെൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. Okay, so Roland Barthes divides the text into constituent elements. First one is functions or words that perform different functions in a narrative. Second one actions or incidents and characters that make in the narrative. And third one narrative itself. Okay, പിന്നെ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഫെർഡിനാൻഡ് ഡിസോഷ്യർ പറഞ്ഞിരുന്നു സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് തമ്മിലുള്ള റിലേഷൻ ആർബിട്രറി ആണെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു കോൺസെപ്റ്റിനെ ഇദ്ദേഹം മോഡിഫൈ ചെയ്തു. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് എന്ന് പറയുന്നത് ആർബിട്രറി അല്ല, ഇറ്റ്സ് ജസ്റ്റ് മോട്ടിവേറ്റഡ് എന്ന് പറഞ്ഞു. ഓക്കെ, അത് മോട്ടിവേറ്റഡ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്ന് റോളണ്ട് ബർത്തസ് പറഞ്ഞു. അതാണ് പിന്നെ പറയുന്ന കാര്യം. ഹി മോഡിഫൈഡ് സോഷ്യസ് കോൺസെപ്റ്റ് ദാറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് ഇസ് ആർബിട്രറി ആൻഡ് ഹി സെഡ് ദാറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം ഇസ് മോട്ടിവേറ്റഡ്. ഓക്കെ, പിന്നെ ഇദ്ദേഹമാണ് ഫേമസ്ലി ആ ഒരു ഡിക്ലറേഷൻ കൊണ്ടുവന്നത് ദാറ്റ് ദ ഓതർ ഇസ് ഡെഡ് എന്നുള്ള ഡിക്ലറേഷൻ. ആൻഡ് പിന്നെ അദ്ദേഹം ചെയ്തത് റൈറ്റിംഗ്, എഴുതലൊരു സെൽഫ് എക്സ്പ്രഷൻ്റെ ഒരു മീൻസ് ആണ് അല്ലെങ്കിൽ ഒരു ഐഡിയ ആണ് എന്നുള്ള കാര്യം ഇദ്ദേഹം റിജക്റ്റ് ചെയ്തു. ഓക്കെ, ഹി റിജക്റ്റഡ് ദ ഐഡിയ ഓഫ് റൈറ്റിംഗ് ആസ് സെൽഫ് എക്സ്പ്രഷൻ. ഓക്കെ, റൈറ്റിംഗ് ഒരിക്കലും സെൽഫ് എക്സ്പ്രഷൻ ആവുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് റോളണ്ട് ബർത്തസ് പറയുന്നത്. സോ റൈറ്റിംഗ് ആസ് സെൽഫ് എക്സ്പ്രഷൻ എന്നുള്ള ഐഡിയ അദ്ദേഹം റിജക്റ്റ് ചെയ്തു. സോ അക്കോർഡിംഗ് ടു റോളണ്ട് ബർത്തസ് റീഡർ മീൻസ് വായനക്കാരൻ. റീഡർ എന്ന് പറഞ്ഞാൽ അതൊരു സ്പേസ് ആണ്. ഓക്കെ, ഈ സ്പേസിൽ എന്താണെന്ന് വെച്ചാൽ എഴുതാൻ പോകുന്ന എല്ലാ കൊട്ടേഷൻസും എവിടെയാണ്? ഈ ഒരു സ്പേസിലാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു സ്പേസിലാണ് എല്ലാ കൊട്ടേഷൻസും നമ്മൾ എന്താണോ എഴുതാൻ പോകുന്നത് ആ എഴുതാൻ പോകുന്നത് എല്ലാതും കൊണ്ടുവയ്ക്കുന്ന ഒരു സ്പേസാണ് റീഡർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ അവിടെ ഒന്നും നഷ്ടപ്പെടുന്നില്ല. സോ അക്കോർഡിംഗ് ടു റോളണ്ട് ബർത്തസ് റീഡർ ഈസ് ദ സ്പേസ് in which all the quotations that make up the writing are inscribed without any of them being lost.
ഓക്കെ, സോ ഒന്നും നഷ്ടപ്പെടാതെ എഴുതാൻ ഉപയോഗിക്കുന്ന എല്ലാ കൊട്ടേഷൻസും ഇൻസ്ക്രൈബ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കൊത്തിവെക്കപ്പെടുന്ന ഒരു സ്പേസ്, അതാണ് റീഡർ എന്ന് പറഞ്ഞാൽ. അതാണ് റോളണ്ട് ബർത്തേസ് റീഡറിന് കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ അദ്ദേഹം പറയുന്നത് ഒരു ടെക്സ്റ്റിൻ്റെ യൂണിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു ടെക്സ്റ്റിൻ്റെ ആ ഒരു ഒത്തൊരുമ അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിൻ്റെ ഒറിജിനിലല്ല, അതിൻ്റെ ഡെസ്റ്റിനേഷനിലാണ്. ഓക്കെ, അതിൻ്റെ ഉറവിടത്തിലല്ല അതിൻ്റെ ഒരു യൂണിറ്റി എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഡെസ്റ്റിനേഷൻ, അത് എവിടെയാണോ എത്തുന്നത് അവിടെയാണ് ഒരു ടെക്സ്റ്റിൻ്റെ ഒറിജിനാലിറ്റി എന്നുള്ളൊരു കാര്യം റോളണ്ട് ബർത്തേസ് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അദ്ദേഹം പറയുന്നത് ഒരു ടെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ടെക്സ്റ്റിൽ ഒരു ട്രൂ അല്ലെങ്കിൽ ഒരു ഒതോറിയൽ മീനിങ് ഇല്ല. വിച്ച് മീൻസ്, അതായത് ഓതർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മീനിങ്സിന്ന് എന്താ ചെയ്യുന്നത്, ഹിസ് ജസ്റ്റ് സ്ക്രിപ്റ്റിംഗ് ദ ടെക്സ്റ്റ്. ഓക്കെ, ഓൾറെഡി എക്സിസ്റ്റിംഗ് മീനിങ് വെച്ചിട്ട് ഒരു ടെക്സ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്യലാണ് ഓതർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടെക്സ്റ്റിന് ഒരു ഒതോറിയൽ മീനിങ് വരുന്നില്ല. സോ അവിടെ എന്താണ്, അവിടെ ഓതർ അല്ല വരുന്നത്, അവിടെ ഒരു സ്ക്രിപ്റ്റർ മാത്രമാണ് വരുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ബിക്കോസ് ദ ഓതർ ഓൺലി സ്ക്രിപ്റ്റ്സ് ദ ടെക്സ്റ്റ് വിത്ത് ഓൾറെഡി എക്സിസ്റ്റിംഗ് മീനിങ്സ്. അതുകൊണ്ട് തന്നെ ഓതർ ഇല്ല, സ്ക്രിപ്റ്റർ എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ എന്നാണ് ഈ റോളണ്ട് ബർത്തേസ് പറയുന്നത്. പിന്നെ അദ്ദേഹം ഓൾറെഡി പറഞ്ഞു എന്താണ്, ഒരു ടെക്സ്റ്റിൻ്റെ യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനിലല്ല ഡെസ്റ്റിനേഷനിലാണെന്ന് പറഞ്ഞു. സോ അക്കോർഡിംഗ് ടു ഹിം ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഈ ഓതറാണ്, ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ റീഡറാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഓതറിന് അദ്ദേഹം ഒരു സിഗ്നിഫിക്കൻസ്, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഡെസ്റ്റിനേഷൻ റീഡറിനാണ് അദ്ദേഹം സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെ ദാറ്റ് മീൻസ് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ, ഒറിജിൻ ഓതർ ആണെന്നും ഡെസ്റ്റിനേഷൻ റീഡർ ആണെന്നും ഉള്ളൊരു കാര്യത്തിലൂടെ അദ്ദേഹം ഒരു കാര്യം വീണ്ടും ഡിക്ലെയർ ചെയ്യാണ്, ദാറ്റ് ദ ഓതർ ഈസ് ഡെഡ് ആൻഡ് ഓൾസോ ഹി ഈസ് ഡിക്ലെയറിങ് ദ ബർത്ത് ഓഫ് ദ റീഡർ. റീഡറിൻ്റെ ബർത്തും കൂടി അവിടെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ് ഫ്രം വർക്ക് ടു ടെക്സ്റ്റ് എന്നുള്ളത്. ഓക്കെ, വർക്ക് ടു ടെക്സ്റ്റ്. അപ്പോൾ ഈ ഒരു ബുക്കിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വർക്ക് ആൻഡ് ടെക്സ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് ദ ടെക്സ്റ്റ്, അത് കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുക്കാണ് ഫ്രം വർക്ക് ടു ടെക്സ്റ്റ് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വർക്ക് എന്ന് പറഞ്ഞാൽ അതൊരു കോൺക്രീറ്റ്, ഹൈറാർക്കിയൽ, കംപ്ലീറ്റ് ആൻഡ് ഫിക്സഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോൺക്രീറ്റ്, ഹൈറാർക്കിയൽ, ഫിക്സഡ് ആൻഡ് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് വർക്ക്. പക്ഷേ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് പല മീനിങ് ഉണ്ടായിരിക്കും, പ്ലൂറൽ ഇൻ മീനിങ് ആയിരിക്കും. ഓക്കെ, അത് ഇൻഡെഫിനിറ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓപ്പൺ, അതിലേക്ക് പിന്നെയും ഓരോന്ന് ആഡ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഓപ്പൺ ആൻഡ് ഇറ്റ് പോസസ് മൾട്ടിപ്പിൾ യോണേഴ്സ് ആൻഡ് ഡിസിപ്ലിൻസ്. ഒരു ടെക്സ്റ്റിന് തന്നെ ഒരുപാടധികം യോണേഴ്സ് അതിൻ്റെ കീഴിൽ വരും, ഒരുപാട് ഡിസിപ്ലിൻസ്, ഒരുപാട് കാറ്റഗറീസ് അതിൻ്റെ കീഴിൽ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ടെക്സ്റ്റ് ആൻഡ് വർക്ക് തമ്മിലുള്ളൊരു ഡിഫറൻസ് കൊണ്ടുവരികയാണ്. സോ വർക്ക് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ്, ഹൈറാർക്കിയൽ, കംപ്ലീറ്റ് ആൻഡ് ഫിക്സഡ് ആണ്. പക്ഷേ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പ്ലൂറൽ ഇൻ മീനിങ്, ഇറ്റ് ഇസ് ഇൻഡെഫിനിറ്റ്, ഓപ്പൺ ആൻഡ് പോസസ് ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ യോണേഴ്സ് ആൻഡ് ഡിസിപ്ലിൻസ് അണ്ടർ ദം. ഓക്കെ, സോ ഒരു റീഡറാണ് ഒരു വർക്കിൽ നിന്ന് ഒരു ടെക്സ്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഒരു വർക്കിൽ നിന്ന് ഒരു ടെക്സ്റ്റ് ഉണ്ടാക്കുന്നത് ആരാണ്? റീഡറാണ്. Okay, so from work to text he distinguishes between work and text. He said that work is concrete, hierarchical, complete and fixed, whereas text, it is plural in meaning, indefinite, open and possesses multiple genres and discipline, and it is a reader who makes a text from a work. Okay, പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇദ്ദേഹം 2 ടൈപ്സ് ഓഫ് ടെക്സ്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 2 ടൈപ്സ് ഓഫ് ടെക്സ്റ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് റൈറ്റർലി ടെക്സ്റ്റും ഒന്ന് റീഡർലി ടെക്സ്റ്റും. ഓക്കെ, അങ്ങനെ 2 ടൈപ്സ് ഓഫ് ടെക്സ്റ്റ് റോളണ്ട് ബർത്തേസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ റൈറ്റർലി ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റിൽ റീഡറിന് എല്ലാവിധ ഫ്രീഡം ഉണ്ട്. മീൻസ് റീഡർ ഈസ് അറ്റ് ലിബേർട്ടി. ഓക്കെ, വിച്ച് മീൻസ് ആ റീഡർ വായിക്കുന്ന ആൾക്കാർ ടെക്സ്റ്റിലേക്ക് എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാം ബൈ മീൻസ് ഓഫ് ആക്റ്റീവ് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ടീവ് റീഡിങ്ങിലൂടെ എന്ത് വേണമെങ്കിലും ഈ റീഡർക്ക് അതിലേക്ക് എഴുതി ചേർക്കാൻ പറ്റും. സോ അതാണ് റൈറ്റർലി ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ. റീഡർലി ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പാസീവ് റീഡിങ് മാത്രമാണ് അത് അലോ ചെയ്യുള്ളൂ. വിച്ച് മീൻസ് ദ റീഡർ ഇസ് നോട്ട് അറ്റ് ലിബേർട്ടി ടു റൈറ്റ് ഇൻ ടു ദ ടെക്സ്റ്റ്. ഓക്കെ, സോ അങ്ങനെ 2 ടൈപ്സ് ഓഫ് ടെക്സ്റ്റ് റോളണ്ട് ബർത്തേസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, റൈറ്റർലി ടെക്സ്റ്റും റീഡർലി ടെക്സ്റ്റും. ഓക്കെ, സോ റൈറ്റർലി ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റീഡർ ഇസ് അറ്റ് ലിബേർട്ടി ടു റൈറ്റ് ഇൻ ടു ദ ടെക്സ്റ്റ്. ഓക്കെ, ബട്ട് റീഡർലി ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഓൺലി അലൗസ് പാസീവ് റീഡിങ്, വിച്ച് മീൻസ് ദ റീഡർ ഇസ് നോട്ട് അറ്റ് ലിബേർട്ടി ടു റൈറ്റ് സംതിങ് ഇൻ ടു ദാറ്റ് ടെക്സ്റ്റ്. സോ ഇങ്ങനെ 2 ടൈപ്സ് ഓഫ് ടെക്സ്റ്റ് കൂടി ഇദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് റോളണ്ട് ബർത്തേസ്.
ഓക്കെ, ഇത്രയാണ് റോളണ്ട് ബർത്തസിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ ടോപ്പിക്ക് ക്ലൗഡ് ലെവി-സ്ട്രോസിനെ പറ്റിയിട്ടാണ്. സോ ക്ലൗഡ് ലെവി-സ്ട്രോസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ആന്ത്രോപോളജിയുടെ ഫൗണ്ടിങ് ഫാദറാണ് ക്ലൗഡ് ലെവി-സ്ട്രോസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഹീ ഈസ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് സ്ട്രക്ചറൽ ആന്ത്രോപോളജി. ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് കൾച്ചറിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി, അതാണ് ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ. സോ സ്ട്രക്ചറൽ ആന്ത്രോപോളജിയുടെ ഫൗണ്ടിങ് ഫാദറാണ് ക്ലൗഡ് ലെവി-സ്ട്രോസ് എന്ന് പറയുന്നത്. സോ ക്ലൗഡ് ലെവി-സ്ട്രോസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞു ക്ലൗഡ് ലെവി-സ്ട്രോസ് എന്ന് പറഞ്ഞാൽ ഈസ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് സ്ട്രക്ചറൽ ആന്ത്രോപോളജി. സോ ഇദ്ദേഹം ആർഗ്യൂ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാമിലീസ്, കുടുംബം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് ആയിട്ട് ഒരിക്കലും പഠിക്കരുത്. ഇറ്റ് ഷുഡ് ബി സ്റ്റഡീഡ് ഇൻ റിലേഷൻ ടു അതർ യൂണിറ്റ്സ്. ഈ ഒരു കാര്യമാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ആർഗ്യൂ ചെയ്യുന്നത്, വാദിക്കുന്നത്. ഓക്കെ, സോ ക്ലൗഡ് ലെവി-സ്ട്രോസ് ആർഗ്യൂഡ് ദാറ്റ് families should not be studied as a single independent unit but in relation to other units. ഓക്കെ, അങ്ങനെ വേണം ഫാമിലീസിനെ പഠിക്കുക എന്നുള്ള കാര്യമാണ് ഇദ്ദേഹം ആദ്യം പറയുന്നത്. സോ ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കൾച്ചറൽ ആന്ത്രോപോളജീനെയും സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സിനെയും ലിങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ ലിങ്ക് ചെയ്യുന്നത് വഴി ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എല്ലാ കൾച്ചേഴ്സും സ്ട്രക്ചറലി സിമിലർ ആണെന്നാണ്. ഓക്കെ, പലതരം കൾച്ചേഴ്സ് ഉണ്ട് ഈ ലോകത്ത്. ഓരോ ആൾക്കാരും പല കൾച്ചേഴ്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ ഇദ്ദേഹം ഈ ഒരു കൾച്ചറൽ ആന്ത്രോപോളജി ആൻഡ് സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സിനെ ലിങ്ക് ചെയ്യുന്നത് വഴി ഹി ആർഗ്യൂഡ് ദാറ്റ് ഓൾ കൾച്ചേഴ്സ് ആർ സ്ട്രക്ചറലി സിമിലർ. അതാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്. എല്ലാ കൾച്ചേഴ്സും എന്താണ്? സ്ട്രക്ചറലി സിമിലർ ആണെന്ന് ഇദ്ദേഹം പറയുകയാണ്. സോ ഈ ഒരു കോൺസെപ്റ്റ്, അതായത് എല്ലാ കൾച്ചേഴ്സും സ്ട്രക്ചറലി സിമിലർ ആണെന്ന് പറയുമ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹ്യൂമൻ എക്സ്പീരിയൻസസിനൊക്കെ ഒരു സെൻസ് കൊടുക്കാൻ നമുക്ക് കഴിയും. ഇറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസ് ഓഫ് ടു മേക്ക് സെൻസ് ഓഫ് ദ ഹ്യൂമൻ എക്സ്പീരിയൻസസ്. ഓക്കെ, സോ ക്ലൗഡ് ലെവി-സ്ട്രോസിനെ പറ്റി പറയുമ്പോൾ ആദ്യം പറയേണ്ട മെയിൻ പോയിന്റ്സ്, ഹീസ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് ദിസ് സ്ട്രക്ചറൽ ആന്ത്രോപോളജി. പിന്നെ അദ്ദേഹം പറഞ്ഞു ദാറ്റ് ഫാമിലീസ് ഷുഡ് നോട്ട് ബി സ്റ്റഡീഡ് ആസ് എ സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് ബട്ട് ഇൻ റിലേഷൻ ടു അതർ യൂണിറ്റ്സ്. ആൻഡ് തേർഡ് വൺ, linking this cultural anthropology and structural linguistics, he argued that all cultures are structurally similar. And this concept can be made use to make sense of the human experience. Okay, പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ട്രക്ചറൽ ആന്ത്രോപോളജി അതിൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ ഈ പല കോണ്ടെക്സ്റ്റുകളിലും പല സിസ്റ്റത്തിലും ജീവിക്കുന്ന ആളുകളുണ്ടായിരിക്കും, ഗ്രൂപ്പുകളുണ്ടായിരിക്കും. ഓക്കെ, സോ അങ്ങനെ പല കൾച്ചറൽ ഗ്രൂപ്പ്സിൻ്റെയും എക്സ്പീരിയൻസസും അതുമാതിരി തന്നെ പ്രാക്ടീസസും അതിലൊക്കെ ഉള്ള സിമിലാരിറ്റി, ഓക്കെ, അത് ട്രേസ് ചെയ്യലായിരുന്നു ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ സ്ട്രക്ചറൽ ആന്ത്രോപോളജിയുടെ എയിം എന്ന് പറഞ്ഞാൽ, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഹി സ്ട്രക്ചറൽ ആന്ത്രോപോളജി എയിംഡ് at tracing the patterns of similarity in experiences and practices of cultural groups living in different contexts and systems. ഓക്കെ, പല സന്ദർഭങ്ങളിലും പല സിസ്റ്റത്തിൻ്റെയും കീഴിൽ ജീവിക്കുന്ന കൾച്ചറൽ ഗ്രൂപ്പ്സ് അവരുടെ എക്സ്പീരിയൻസസിലും പ്രാക്ടീസസിലൊക്കെ ഉള്ള സിമിലാരിറ്റീസ് കണ്ടുപിടിക്കുക. അതായിരുന്നു ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ സ്ട്രക്ചറൽ ആന്ത്രോപോളജിയുടെ എയിം എന്ന് പറഞ്ഞാൽ. ആൻഡ് ഹി ആർഗ്യൂഡ് ദാറ്റ് സേവേജ് മൈൻഡ് ഹാഡ് സെയിം സ്ട്രക്ചേഴ്സ് ആസ് സിവിലൈസ്ഡ് മൈൻഡ്. ഓക്കെ, അതായത് അദ്ദേഹം പറയുന്നത് സേവേജ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? സേവേജ് എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് ഈ കാട്ടാളന്മാർ എന്നൊക്കെ പറയും, മീൻസ് അപരിഷ്കൃതർ. അതുമാതിരി സിവിലൈസ്ഡ് എന്ന് പറഞ്ഞാൽ പരിഷ്കൃതർ. സോ ഈ കാട്ടാളന്മാരുടെ മനസ്സാണെങ്കിലും പരിഷ്കൃതരുടെ മനസ്സാണെങ്കിലും സെയിം സ്ട്രക്ചർ ആണെന്നാണ് ഈ ക്ലൗഡ് ലെവി-സ്ട്രോസ് പറയുന്നത്. Okay, so he argued that the savage mind had same structure for their mind as that of civilized mind. ഇപ്പോൾ സിവിലൈസ്ഡ് ആണെങ്കിലും സേവേജ് ആണെങ്കിലും നമ്മൾ സിവിലൈസ്ഡ് ആയിട്ട് പരിഷ്കൃതരാണെങ്കിലും അല്ല അപരിഷ്കൃതരായിട്ടുള്ള ആ കാട്ടാള വിഭാഗമാണെങ്കിലും വാട്ട് എവർ എന്താണ് സെയിം സ്ട്രക്ചറാണ് എന്നുള്ളൊരു കാര്യമാണ് ഈ ക്ലൗഡ് ലെവി-സ്ട്രോസ് ആർഗ്യൂ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് പിന്നെ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഉൾക്കൊള്ളുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറലിസ്റ്റ് ഫിലോസഫിയാണ്. ഓക്കെ, അതാണ് അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഒരു കോൺസെപ്റ്റ്, സ്ട്രക്ചറലിസ്റ്റ് ഫിലോസഫി. അപ്പോൾ സ്ട്രക്ചറലിസ്റ്റ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ ഹ്യൂമൻ ബീങ്സും ഫണ്ടമെൻ്റലി ഈക്വൽ ആണ്. whatever be their culture, ethnicity or other socially constructed categories, അതൊന്നും നമ്മൾ നോക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെൻ്റലി ഈക്വൽ ആണ്. സോ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് സ്ട്രക്ചറലിസ്റ്റ് ഫിലോസഫി എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു കാര്യം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയായിരുന്നു ക്ലൗഡ് ലെവി-സ്ട്രോസ് എന്ന് പറയുന്നത്.
Okay, so he imbibed the structuralist philosophy that recognized all human beings as fundamentally equal, regardless of their culture, ethnicity, or other socially constructed categories. ഓക്കെ, സോ ഈ സ്ട്രക്ചറലിസ്റ്റ് ഫിലോസഫി കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം മിത്തുകളൊക്കെ അനലൈസ് ചെയ്യാൻ തുടങ്ങി. പണ്ടത്തെ ഓരോ പുരാണങ്ങളും അങ്ങനത്തെ ഓരോ മിത്തുകളൊക്കെ എടുത്ത് അനലൈസ് ചെയ്തിട്ട് അദ്ദേഹം ആർഗ്യൂ ചെയ്തു ദാറ്റ് ദേ ആർ ജസ്റ്റ് വേരിയേഷൻസ് ഓഫ് ദ സെയിം തീം വിച്ച് ഹാവ് കോമൺ യൂണിവേഴ്സൽ സ്ട്രക്ചേഴ്സ്. കുറേ മിത്തുകളുണ്ട് നമുക്ക് ചുറ്റും, ഒരുപാട് മിത്സ് ഉണ്ട്. ഇതൊക്കെ എന്താണ്, ഒരേ തീം, സെയിം തീമിൻ്റെ പല വേരിയേഷൻസ് മാത്രമാണെന്നുള്ളൊരു കാര്യം ഇദ്ദേഹം പറയുകയാണ്. ഓക്കെ, ഇവർക്ക് എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ളൊരു യൂണിവേഴ്സൽ സ്ട്രക്ചറാണുള്ളത്. സോ സെയിം തീമിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് മാത്രമാണ് ഈ പലതരം മിത്തുകൾ എന്നുള്ളൊരു കാര്യമാണ് പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം. ഓക്കെ, സോ കുറേ മിത്തുകൾ അനലൈസ് ചെയ്തു, എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു ദാറ്റ് ദേ ആർ ജസ്റ്റ് വേരിയേഷൻസ് ഓഫ് ദ സെയിം തീം വിച്ച് ഹാവ് എ കോമൺ യൂണിവേഴ്സൽ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ അതാണ് പിന്നെ അദ്ദേഹം പറയുന്നത്. സോ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മോർഫീം, ഫോണീം അങ്ങനെയൊക്കെ ഓരോ യൂണിറ്റ് പറയുന്നത് മാതിരി ഇദ്ദേഹം ഉണ്ടാക്കിയൊരു യൂണിറ്റാണ് മിത്തീം എന്നുള്ളത്. ഓക്കെ, ഈ മോർഫീമിനും ഫോണീമിനൊക്കെ അനലോഗസ് ആയിട്ട് കൊടുക്കുക, അതിനൊക്കെ സിമിലർ ആയിട്ട് ഇദ്ദേഹം കോയിൻ ചെയ്ത ടേമാണ് മിത്തീം. ഓക്കെ, സോ മിത്തീം എന്ന് പറഞ്ഞാൽ മിത്തിൻ്റെ ബേസിക് സ്ട്രക്ചറാണ്. ഓക്കെ, മിത്തുകളുടെ ബേസിക് സ്ട്രക്ചറിന് ഇദ്ദേഹം കോയിൻ ചെയ്ത ടേമാണ് മിത്തീം എന്നുള്ളത്. MYTHEME, ഇതൊക്കെ നോട്ട് ചെയ്യാട്ടോ, മിത്തീം. So he coined the term mytheme, analogous to the words phonemes and morphemes, to denote the universal basic structure of myths. Okay, so mythemes എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? mythemes എന്ന് പറഞ്ഞാൽ ഈ ക്ലൗഡ് ലെവി-സ്ട്രോസ് കോയിൻ ചെയ്ത ടേമാണ് ആസ് ദ യൂണിവേഴ്സൽ ബേസിക് സ്ട്രക്ചർ ഓഫ് myths, and they are a set of items having the same function in a myth which are generally binary oppositions. ഓക്കെ, മനസ്സിലായോ? അതായത് ഒരു മിത്തിൽ ഒരേ ഫങ്ഷൻ വരുന്ന കുറച്ച് ഐറ്റംസ്, പക്ഷെ ജനറലി അവർ ബൈനറി ഒപ്പോസിഷൻസ് ആയിരിക്കും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിരിക്കും, പക്ഷേ സെയിം ഫങ്ഷൻ ആയിരിക്കും. അങ്ങനെയുള്ള സെറ്റ് ഓഫ് ഐറ്റംസ് ഇൻ എ മിത്ത്, അതിനെയാണ് മിത്തീംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മിത്തീംസ് ആർ എ സെറ്റ് ഓഫ് ഐറ്റംസ് ഹാവിങ് ദ സെയിം ഫങ്ഷൻ ഇൻ എ മിത്ത് ബട്ട് ദേ ആർ ജനറലി ബൈനറി ഒപ്പോസിഷൻസ്. ഓക്കെ, സോ ഇത്രയാണ് ക്ലൗഡ് ലെവി-സ്ട്രോസിൽ വരുന്നത്. സോ അദ്ദേഹം മെയിനായിട്ട് സ്ട്രക്ചറലിസ്റ്റ് ആന്ത്രോപോളജിയുടെ ഫൗണ്ടിങ് ഫാദറാണ്. പിന്നെ ഫാമിലീസിനെ ഒരിക്കലും സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് ആയിട്ട് പഠിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞു എല്ലാ കൾച്ചേഴ്സും എന്താണ്, സ്ട്രക്ചറലി സിമിലർ ആണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സ്ട്രക്ചറലിസ്റ്റ് ആന്ത്രോപോളജിയുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ പല കൾച്ചറൽ ഗ്രൂപ്പുകളുടെയും എക്സ്പീരിയൻസസിലും പ്രാക്ടീസസിലുള്ള സിമിലാരിറ്റി കണ്ടുപിടിക്കലായിരുന്നു. ആൻഡ് ഹി ആർഗ്യൂഡ് ദാറ്റ് ഒരു സേവേജ് മൈൻഡ് ആണെങ്കിലും ഒരു സിവിലൈസ്ഡ് മൈൻഡ് ആണെങ്കിലും സെയിം സ്ട്രക്ചർ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ സ്ട്രക്ചറലിസ്റ്റ് ഫിലോസഫി അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്, വിച്ച് മീൻസ് എല്ലാ ഹ്യൂമൻ ബീങ്സും ഫണ്ടമെൻ്റലി ഈക്വൽ ആണെന്നുള്ള കാര്യം. പിന്നെ മിത്തുകൾ അനലൈസ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു എല്ലാ മിത്തുകളും ഒരേ ഒരു തീമിൻ്റെ തന്നെ പല പല വേരിയേഷൻസ് ആണ്, പക്ഷേ എല്ലാത്തിനും കോമൺ ആയിട്ടൊരു സ്ട്രക്ചറാണുള്ളത് എന്ന് പറഞ്ഞു. ആൻഡ് ഹി കോയിൻ ദ ടേം മിത്തീം ആസ് എ ബേസിക് സ്ട്രക്ചർ ഓഫ് മിത്സ്. ആൻഡ് മിത്തീം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഐറ്റംസ് ഹാവിങ് ദ സെയിം ഫങ്ഷൻ ഇൻ എ മിത്ത് ബട്ട് ആർ ജനറലി ബൈനറി ഒപ്പോസിഷൻസ്. ഓക്കെ, ഇത്രയാണ് ക്ലൗഡ് ലെവി-സ്ട്രോസിനെ പറ്റി വരുന്നത്. നമ്മൾ റോളണ്ട് ബർത്തസിനെ പറ്റി പഠിച്ചു, ക്ലൗഡ് ലെവി-സ്ട്രോസിനെ പറ്റി പഠിച്ചു. ഇനി സ്ട്രക്ചറലിസത്തിലെ ഒരു ടോപ്പിക്കും കൂടിയാണ് വരുന്നത്, ദാറ്റ് ഇസ് നാരേറ്റോളജി. നാരേറ്റോളജിയുടെ എക്സാക്ട് മലയാളം മീനിങ് എന്ന് പറഞ്ഞാൽ ആഖ്യാന ശാസ്ത്രം എന്നാണ്. വിവരണം എന്നൊക്കെ പറയില്ല നമ്മൾ, നാരേറ്റീവ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റഡി, ദാറ്റ് ഇസ് നാരേറ്റോളജി. ആ ഒരു കോൺസെപ്റ്റും കൂടിയാണ് ഈ ഒരു സ്ട്രക്ചറലിസത്തിൽ വരുന്നത്. സോ നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഓക്കെ, സോ നാരേറ്റോളജീനെ നമ്മൾ സ്ട്രക്ചറലിസ്റ്റ് നാരേറ്റോളജി എന്നും പറയാറുണ്ട്. സ്ട്രക്ചറലിസ്റ്റ് നാരേറ്റോളജി അല്ലെങ്കിൽ നാരേറ്റോളജി എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറലിസ്റ്റ് തിയറി ആൻഡ് ക്രിട്ടിക് ഓഫ് നരേറ്റീവ് അല്ലെങ്കിൽ നരേഷൻ. ഒരു വിവരണം, അതിൻ്റെ സ്ട്രക്ചറലിസ്റ്റ് തിയറിയും അതുമാതിരി തന്നെ ക്രിട്ടിക്കും, ദാറ്റ് മീൻസ് അതിൻ്റെ സ്ട്രക്ചറലിസ്റ്റ് തിയറി അതുമാതിരി തന്നെ അതിൻ്റെ വിമർശനം, അതാണ് സ്ട്രക്ചറലിസ്റ്റ് നാരേറ്റോളജി അല്ലെങ്കിൽ നാരേറ്റോളജി എന്ന് പറഞ്ഞാൽ. ഇറ്റ് റെഫേഴ്സ് ടു ദ സ്ട്രക്ചറലിസ്റ്റ് തിയറി ആൻഡ് ക്രിട്ടിക് ഓഫ് നരേറ്റീവ് ഓർ നരേഷൻ. സോ ഇതിലെന്താ മെയിനായിട്ട് കൺസേൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ ജനറൽ കോഡ്സ് ദാറ്റ് സ്ട്രക്ചർ ദ ലിറ്റററി നരേറ്റീവ്. Okay, so this narratology is mainly concerned with the general codes that structure the literary narrative. So ഈ narratology അത് ശരിക്കും വരുന്നത് ഫ്രഞ്ച് വേർഡായിട്ടുള്ള narratology എന്നാണ്. Okay, narratology is derived from the French word narratology and that was first used by Zvetan Todorov.
ഓക്കെ, ടൊഡോറോവ് ആണ് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ടെക്സ്റ്റിൽ നോക്കുക, സ്പെല്ലിംഗ് ഒക്കെ. ഓക്കെ, എന്തായാലും മാർക്ക് ചെയ്ത് വയ്ക്കുക കേട്ടോ. സോ നെറേറ്റോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് നെറേറ്റോളോഗി, ദാറ്റ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ സ്വെറ്റക് ടൊഡോറോവ്. സ്വെറ്റൻ ടൊഡോറോവ് എന്നുള്ള ആളാണ് ആദ്യമായിട്ട് ഈ നെറേറ്റോളോഗി എന്നുള്ള ഫ്രഞ്ച് വേർഡ് യൂസ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് നെറേറ്റോളജി വരുന്നത്. അപ്പോൾ സ്ട്രക്ചർലെസ് നെറേറ്റോളജിസ്റ്റിൻ്റെ വിശ്വാസം, അവരെന്താ ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു അർത്ഥം, മീനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ദ യൂണിവേഴ്സൽ സ്ട്രക്ചർ ഓഫ് ദ നെറേറ്റീവ് റാദർ ദാൻ ദ സ്പെസിഫിക് സ്റ്റോറീസ് ടോൾഡ്. ഓക്കെ, ഒരു നെറേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ യൂണിവേഴ്സൽ സ്ട്രക്ചറിൽ നിന്നുമാണ് അതിൻ്റെ മീനിങ് ഡിറൈവ് ചെയ്യുന്നത്, അല്ലാതെ അതിൽ പറയുന്ന സ്പെസിഫിക് സ്റ്റോറീസ് എന്നല്ല. ഓക്കെ, അതാണ് ഈ ഒരു സ്ട്രക്ചറലിസ്റ്റ് നെറേറ്റോളജിസ്റ്റുകളുടെ ബിലീഫ് എന്ന് പറഞ്ഞാൽ. അവരങ്ങനെയാണ് വിശ്വസിക്കുന്നത്. Okay, so structural narratologists believe that meaning is derived from the universal structure of the narrative and not from the specific stories told. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ദാറ്റ് ക്ലൗഡ് ലെവി-സ്ട്രോസ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിത്തുകളെ പറ്റിയിട്ടുള്ള പഠനം, അതാണ് പിന്നീട് ഈ ഒരു സ്ട്രക്ചറലിസ്റ്റ് നരേറ്റോളജി എന്നുള്ളൊരു പുതിയൊരു ബ്രാഞ്ചിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമാവുന്നത്. ഓക്കെ, ലെവി-സ്ട്രോസിൻ്റെ സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് മിത്ത്, അതാണ് that leads to the development of structuralist narratology. സോ സ്ട്രക്ചറൽ ആന്ത്രോപോളജി എന്നുള്ള ലെവി-സ്ട്രോസിൻ്റെ ബുക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് എല്ലാ മിത്തുകളും എന്താണ്, സെയിം തീമിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് മാത്രമാണ്. ഓക്കെ, പക്ഷെ അതിലെല്ലാതും എന്താണ്, ഒരേ തീമാണ് വരുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം ഈ സ്ട്രക്ചറൽ ആന്ത്രോപോളജി എന്നുള്ള ബുക്കിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു മിത്തുകൾ നന്നായിട്ട് ബെറ്ററായിട്ട് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ അണ്ടർലൈങ് ബേസിക് സ്ട്രക്ചറിനെ പറ്റി പഠിച്ചാൽ മതി. സോ അങ്ങനെ ഒരു കാര്യം ഇദ്ദേഹം ഈ ലെവി-സ്ട്രോസ് അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള സ്ട്രക്ചറൽ ആന്ത്രോപോളജിയിൽ പറയുന്നുണ്ട്. ദാറ്റ് ഹി പ്രപ്പോസ്ഡ് എ ന്യൂ തിയറി ദാറ്റ് all myths are just variants of certain themes and they can be understood or explained better if you understand the underlying basic structure of these themes. സോ ലെവി-സ്ട്രോസിൻ്റെ ഈ ഒരു പ്രപ്പോസൽ, ഈ ഒരു മിത്തുകൾ, എല്ലാ മിത്തുകളും ഒരേ തീമിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ആണെന്നുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം, അതാണ് പിന്നീട് ഈ ഒരു സ്ട്രക്ചറലിസ്റ്റ് നരേറ്റോളജീൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമാവുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു മിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇദ്ദേഹത്തിൻ്റെ ഒരു ഇതിലെ മിത്ത് എന്ന് പറഞ്ഞാൽ, ലെവി-സ്ട്രോസിൻ്റെ ഒരു ഇതിലെ മിത്ത് എന്ന് പറഞ്ഞാൽ ദേ ആർ ജസ്റ്റ് ലൈക്ക് ലാംഗ്വേജ്, ഒരു സർട്ടൻ ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ് ഈ മിത്ത് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ ഫോണീംസിനെയും മോർഫീംസിനെയും മാറി അദ്ദേഹം ഈ മിത്തിനെ അതിൻ്റെ സ്മോളസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള മിത്ത് തീംസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തത്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ഒരു ബിലീഫ് അനുസരിച്ചിട്ട് മിത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സർട്ടൻ ടൈപ്പ് ഓഫ് ലാംഗ്വേജ്, ആൻഡ് ദാറ്റ്സ് എക്സാക്ട്ലി വൈ ഹി ഡിവൈഡഡ് ഇറ്റ് ഇൻ ടു സ്മോളസ്റ്റ് സ്ട്രക്ചർ. അതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആയിട്ട് അദ്ദേഹം മിത്തിനെ ഡിവൈഡ് ചെയ്തു ടു മിത്ത് തീംസ്, വിച്ച് ഇസ് അനലോഗസ് ടു ദിസ് മോർഫീംസ് ആൻഡ് ഫോണീംസ്. സോ ലെവി-സ്ട്രോസിൻ്റെ കാര്യമാണ് ഇവിടെയൊക്കെ പറയുന്നത്, കാരണം അദ്ദേഹത്തിൻ്റെ ഈ മിത്തിൻ്റെ സ്ട്രക്ചറൽ അനാലിസിസ് ആണ് സ്ട്രക്ചറലിസ്റ്റ് നരേറ്റോളജി എന്നുള്ളൊരു സംഭവത്തിന് ഡെവലപ്മെൻറ്റിന് കാരണമാകുന്നത്. അപ്പോൾ ലെവി-സ്ട്രോസ് ഈ ഒരു മിത്തിനെ കാണുന്നത് ഒരു സർട്ടൻ ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആയിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മിത്തിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള മിത്ത് തീമിനെ ഐഡൻറ്റിഫൈ ചെയ്തത്. ഓക്കെ, പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മിത്തുകളൊക്കെ എന്ത് ചെയ്യണം, മറ്റ് മിത്തുകളൊക്കെ ആയിട്ട് റിലേഷനിൽ വേണം നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഐസൊലേറ്റഡ് ആയിട്ടൊരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ ഒരിക്കലും മിത്ത് വായിക്കാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഹി ഇൻസിസ്റ്റ് ദാറ്റ് മിത്സ് ഷുഡ് ബി റീഡ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ ആൻഡ് നോട്ട് ഇൻ ആൻ ഐസൊലേറ്റഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. കാരണം എന്താണ്, എല്ലാ മിത്തും ഒരേ തീമിൻ്റെ വേരിയേഷൻസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ദാറ്റ് ദേ ഷുഡ് ബി റീഡ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ. അപ്പോൾ ഈ ഒരു തിയറി, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മിത്തിൻ്റെ ഈ ഒരു തിയറി എന്ന് പറഞ്ഞാൽ നരേറ്റീവിൻ്റെ സ്റ്റഡി, ഈ നരേറ്റോളജി എന്നുള്ളൊരു ബ്രാഞ്ചിന് എന്താണ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ തിയറി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡി എന്ന് പറഞ്ഞാൽ നരേറ്റോളജീനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ റഷ്യൻ ഫോർമലിസ്റ്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പ്രോപ്പ്, ഓക്കെ, വ്ളാഡിമിർ പ്രോപ്പ് എന്നുള്ള റഷ്യൻ ഫോർമലിസ്റ്റ്, അദ്ദേഹം ഈ ഒരു ലെവി-സ്ട്രോസിൻ്റെ അണ്ടർലൈങ് സ്ട്രക്ചേഴ്സിൻ്റെ ഈ ഒരു തീമിനെ പറ്റിയിട്ട് ഈ വ്ളാഡിമിർ പ്രോപ്പ് അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള മോർഫോളജി ഓഫ് ഫോക്ക് ടെയിലിൽ പറയുന്നുണ്ട്. ഓക്കെ, റഷ്യൻ ഫോർമലിസ്റ്റ് വ്ളാഡിമിർ പ്രോപ്പ് അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള മോർഫോളജി ഓഫ് ദ ഫോക്ക് ടെയിലിൽ ഈ ലെവി-സ്ട്രോസിൻ്റെ തിയറിനെ പറ്റിയിട്ട് ഇദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ബുക്കിൽ പ്രോപ്പ് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഹി ട്രേസസ് 31 functions and 7 actions in the narrative of folk tales.
ഫോക്ക് ടെയിൽസിൻ്റെ നെറേറ്റീവ്സിൽ 31 ഫങ്ഷൻസും 7 ആക്ഷൻസും ആര് ട്രേസ് ചെയ്തിട്ടുണ്ട്? പ്രോപ്പ് ട്രേസ് ചെയ്തിട്ടുണ്ട്. ഈ വ്ളാഡിമർ പ്രോപ്പ് നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പല ടൈപ്സ് ഓഫ് വേർഡ്സ് ആണ്, പല ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർഡ്സ്. ആൻഡ് ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസിഡൻസ് ഓർ ക്യാരക്ടേഴ്സ്. അപ്പോൾ പ്രോപ്പ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഫോക്ക് ടെയിൽസിൻ്റെ നെറേറ്റീവിൽ 31 ഫങ്ഷൻസും 7 ആക്ഷൻസും ട്രേസ് ചെയ്തു. ഓക്കെ, സോ ഫങ്ഷൻ മീൻസ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ബേസിക് യൂണിറ്റ് ഓഫ് നെറേറ്റീവ് ലാംഗ്വേജ് ആണ്. ഓക്കെ, ആൻഡ് ആക്ഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ക്യാരക്ടേഴ്സ് ഓർ ഇൻസിഡൻസ്. അപ്പോൾ അതാണ് വ്ളാഡിമർ പ്രോപ്പിനെ പറ്റിയിട്ട് അവിടെ ഒരു റെഫറൻസ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മോർഫോളജി ഓഫ് ദ ഫോക്ക് ടെയിലിൽ ഈ ലെവി-സ്ട്രോസിൻ്റെ തിയറി അതിനെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് അതിൽ ഫോക്ക് ടെയിൽസിൻ്റെ നെറേറ്റീവ്സിൽ ഇദ്ദേഹം 31 ഫങ്ഷൻസും 7 ആക്ഷൻസും ഇദ്ദേഹം ട്രേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയുന്നത് A.J. ഗ്രേമാസ് ആണ്. A.J. ഗ്രേമാസിനെ പറ്റി നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു 3 പെയർ തിയറിയിൽ. ഓക്കെ, അപ്പോൾ ആ A.J. ഗ്രേമാസിനെ പറ്റിയിട്ടാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. സോ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു നരേറ്റീവിൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിനെ അദ്ദേഹം അനലൈസ് ചെയ്തു. ഓക്കെ, ഒരു നരേറ്റീവിൽ വരുന്ന സെൻറ്റൻസ് സ്ട്രക്ചറിനെ അനലൈസ് ചെയ്തു A.J. ഗ്രേമാസ്. അങ്ങനെയാണ് അദ്ദേഹം ഏത് കൊണ്ടുവന്നത്? 3 പെയേഴ്സ്. ഓക്കെ, 3 പെയേഴ്സ് ഓഫ് ബൈനറി ഒപ്പോസിഷൻ അയാൾ കൊണ്ടുവന്നു. 3 പെയേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ടോട്ടൽ 6 എണ്ണം വരുന്നുണ്ടാവും. ദാറ്റ് മീൻസ് 6 ആക്ടൻസ്. ആക്ടൻറ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ യൂണിറ്റ്സ് ആണ്, അല്ലെങ്കിൽ റോൾ എന്ന് പറയാം, നമുക്ക് റോൾസ് എന്ന് പറയാം. ഓക്കെ, സോ A.J. ഗ്രേമാസ് അനലൈസ്ഡ് ദ സെൻറ്റൻസ് സ്ട്രക്ചർ ഓഫ് ദ നരേറ്റീവ്. അതിന് അദ്ദേഹം എന്ത് ചെയ്തു? 3 പെയേഴ്സ് ഓഫ് ബൈനറി ഒപ്പോസിഷൻ which includes 6 actants, which means 6 roles അല്ലെങ്കിൽ 6 structural units. അത് ഏതൊക്കെയായിരുന്നു? സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, സെൻറ്റർ, റിസീവർ ആൻഡ് ഹെൽപ്പർ, ഒപ്പോണൻറ്റ്. അതായിരുന്നു ആ മൂന്ന് ബൈനറീസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് 6 ആക്ടൻസ് അവിടെ വരുന്നുണ്ട്, 6 റോൾസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ബൈനറി ഒപ്പോസിഷൻസ് എന്താണ്? ദാറ്റ് ഫിറ്റ് ഇൻ ടു 3 ബേസിക് പാറ്റേൺസ് ഫൗണ്ട് ഇൻ ദ നരേറ്റീവ്. സാധാരണയായിട്ട് നരേറ്റീവ്സിൽ കണ്ടുവരുന്ന 3 ബേസിക് പാറ്റേൺസ് ഉണ്ട്. അതിലേക്ക് ഈ 3 ബൈനറി ഒപ്പോസിഷൻസ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ബേസിക് പാറ്റേൺസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് ഡിസയർ, സെർച്ച് ഓർ എയിം. ഓക്കെ, ഡിസയർ എന്തെങ്കിലും ആഗ്രഹം, അല്ലെങ്കിൽ സെർച്ച് എന്തെങ്കിലും നമ്മൾ തിരയുക, അല്ലെങ്കിൽ എയിം ലക്ഷ്യം. അതാണ് ഒന്നാമത്തെ ഈ ഒരു പാറ്റേൺ. അതിൽ വരുന്നതാണ് സബ്ജക്റ്റ് ഓർ ഒബ്ജക്റ്റ് എന്നുള്ള ബൈനറി ഒപ്പോസിഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ബേസിക് പാറ്റേൺ ആണ് ദാറ്റ് ഡിസയർ, സെർച്ച് ഓർ എയിം എന്നുള്ളത്. ആൻഡ് അതിൽ വരുന്ന ബൈനറി ഒപ്പോസിഷൻ ആണ് ദി സബ്ജക്റ്റ് ഓർ ഒബ്ജക്റ്റ്. സെക്കൻഡ് വരുന്നത് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പാറ്റേണിൽ പെടുന്ന ബൈനറി ഒപ്പോസിഷൻ ഏതാണ്? സെൻറ്റർ ആൻഡ് റിസീവർ. ഓക്കെ, അതാണ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ആൻഡ് തേർഡ് വൺ ഓക്സിലറി സപ്പോർട്ട് ഓർ ഹിൻഡ്രൻസ്. അതായത് കൂടെ നിന്ന് സഹായിക്കുക അല്ലെങ്കിൽ കൂടെ നിന്ന് തടസ്സം സംഭവിപ്പിക്കുക. ഓക്കെ, അതാണ് ഓക്സിലറി സപ്പോർട്ട് ഓർ ഹിൻഡ്രൻസ്. അതാണ് മൂന്നാമത്തെ ബേസിക് പാറ്റേൺ. അപ്പോൾ അതിൽ വരുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ ബൈനറീസ് ആയിട്ടുള്ള ഹെൽപ്പർ അല്ലെങ്കിൽ ഒപ്പോണൻറ്റ് എന്നുള്ളത്. ഓക്കെ, സോ all this binary opposition fit into 3 basic patterns found in the narrative. അതിൽ ഫസ്റ്റ് ബേസിക് പാറ്റേൺ എന്ന് പറയുന്നത് ഡിസയർ, സെർച്ച് ഓർ എയിം ആണ്. അതിൽ വരുന്നതാണ് സബ്ജക്റ്റ് ഓർ ഒബ്ജക്റ്റ്. സെക്കൻഡ് വരുന്ന ഒരു പാറ്റേൺ ആണ് കമ്മ്യൂണിക്കേഷൻ. അതിൽ വരുന്നതാണ് സെൻറ്റർ ഓർ റിസീവർ. ആൻഡ് തേർഡ് വരുന്നതാണ് ഓക്സിലറി സപ്പോർട്ട് ഓർ ഹിൻഡ്രൻസ്. അതിൽ വരുന്നതാണ് നമ്മുടെ ഹെൽപ്പർ അല്ലെങ്കിൽ ഒപ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് റഷ്യൻ ഫോർമലിസ്റ്റുകളായിട്ടുള്ള പ്രോപ്പും അതുമാതിരി തന്നെ സ്ക്ലോസ്കിയും. അവർ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഫാബുല ആൻഡ് സ്യൂസെറ്റ് എന്നുള്ളത്. ഫാബുല മീൻസ് സ്റ്റോറി ആൻഡ് സ്യൂസെറ്റ് എന്ന് പറഞ്ഞാൽ പ്ലോട്ട്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ അതുമാതിരി തന്നെ ഒരു 3 കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആളാണ് ജെറാൾഡ് ജെന്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജെറാൾഡ് ജെന്നറ്റ് കൊണ്ടുവന്ന 3 കോൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് റെസിറ്റ്. ഓക്കെ, RECIT, റെസിറ്റ്. രണ്ടാമത്തത് ഹിസ്റ്റോയർ. ഓക്കെ, ഹിസ്റ്റോയർ ആണ് രണ്ടാമത്തത്. ആൻഡ് തേർഡ് വൺ നരേഷൻ. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് റെസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ഇവൻറ്റ്സ്. ഓക്കെ, ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ഇവൻറ്റ്സ് ഇൻ എ ടെക്സ്റ്റ് ഓർ നരേറ്റീവ്. ഓക്കെ, ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു നരേറ്റീവ് എടുത്താൽ അതിലെ ഇവൻറ്റ്സിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിനെയാണ് റെസിറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഹിസ്റ്റോയർ. ഹിസ്റ്റോയർ എന്ന് പറഞ്ഞാൽ ഈ ഇവൻറ്റ്സ് ആക്ച്വലി നടക്കുന്ന ആ ഒരു സീക്വൻസ്, ദ സീക്വൻസ് ഇൻ വിച്ച് ദീസ് ഇവൻറ്റ്സ് ആക്ച്വലി ഒക്കർ, അതാണ് ഹിസ്റ്റോയർ. തേർഡ് വൺ നരേഷൻ. നരേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ദ ആക്ട് ഓഫ് നരേറ്റിംഗ്. ഓക്കെ, ആ നരേറ്റിങ്ങിൻ്റെ ആ ഒരു ആക്ട്, അതാണ് നരേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഈ ഒരു ഫാബുല ആൻഡ് സ്യൂസെറ്റ് ബൈ റഷ്യൻ ഫോർമലിസ്റ്റ് പ്രോപ്പ് ആൻഡ് സ്ക്ലോസ്കി,
അവരുടെ ആ ഒരു കോൺസെപ്റ്റ് പ്രകാരം ആ ഒരു രീതിക്ക് പോയിട്ട് ജെറാൾഡ് ജെന്നറ്റ് ഉണ്ടാക്കിയെടുത്ത 3 കോൺസെപ്റ്റുകളാണ് റെസിറ്റ്, വിച്ച് ഇസ് ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ഇവൻറ്റ്സ് ഇൻ എ ടെക്സ്റ്റ് ഓർ നരേറ്റീവ്, ഹിസ്റ്റോയർ, ദാറ്റ് മീൻസ് ദ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ഇൻ വിച്ച് ദേ ആക്ച്വലി ഒക്കർ, ആൻഡ് തേർഡ് വൺ നരേഷൻ, ദാറ്റ് മീൻസ് ദ ആക്ട് ഓഫ് നരേറ്റിംഗ്. ജെന്നറ്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വേറെ 2 കോൺസെപ്റ്റ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. ദ കോൺസെപ്റ്റ് ഓഫ് നരേറ്റർ ആൻഡ് നരേറ്റീവ്. ഓക്കെ, നരേറ്റർ എന്ന് പറഞ്ഞാൽ വിവരിക്കുന്ന ആൾ, നരേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ നരേറ്റീവിൽ നരേറ്റർ ആരെയാണോ അഡ്രസ്സ് ചെയ്യുന്നത് അതാണ് നരേറ്റീവ് എന്ന് പറഞ്ഞാൽ. സോ ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് നരേറ്റർ ആൻഡ് നരേറ്റീവ് കൂടി കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ജെറാൾഡ് ജെന്നറ്റ് എന്ന് പറഞ്ഞാൽ. ഇദ്ദേഹം 3 കൈൻഡ്സ് ഓഫ് നരേറ്റേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ആര്? ജെറാൾഡ് ജെന്നറ്റ്. ഹി ലിസ്റ്റ് 3 ബേസിക് കൈൻഡ്സ് ഓഫ് നരേറ്റേഴ്സ്. ഓക്കെ, ആ 3 ടൈപ്സ് ഓഫ് നരേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് ഹെട്രോഡൈജറ്റിക്. ഹെട്രോഡൈജറ്റിക് ടൈപ്പ് ഓഫ് നരേറ്റർ എന്ന് പറഞ്ഞാൽ ആ നരേറ്റീവിൽ നരേറ്റർ ആബ്സെൻ്റ് ആയിരിക്കും. ദ നരേറ്റർ ഇസ് ആബ്സെൻ്റ് ഇൻ ഹിസ് ഓൺ നരേറ്റീവ്. അതാണ് ഹെട്രോഡൈജറ്റിക് നരേറ്റീവ് എന്ന് പറഞ്ഞാൽ, മീൻസ് നരേറ്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് നരേറ്റർ വുഡ് ബി ആബ്സെൻറ്റ് ഫ്രം ഹിസ് ഓൺ നരേറ്റീവ്. സെക്കൻഡ് ടൈപ്പ് ഹോമോഡൈജറ്റിക്. ഹോമോഡൈജറ്റിക് എന്ന് പറഞ്ഞാൽ നരേറ്റർ ആ നരേറ്റീവിൽ ഉണ്ടാവും, ജസ്റ്റ് ലൈക്ക് ദ ഫസ്റ്റ് പേഴ്സൺ അക്കൗണ്ട്. നമ്മൾ ഫസ്റ്റ് പേഴ്സൺ ഐ ഒക്കെ വെച്ച് പറയുന്ന ടൈപ്പ്, അതാണ് ഹോമോഡൈജറ്റിക് നരേറ്റർ എന്ന് പറഞ്ഞാൽ. ദ നരേറ്റർ വുഡ് ബി ഇൻസൈഡ് ഹിസ് നരേറ്റീവ് ആസ് ഇൻ ഫസ്റ്റ് പേഴ്സൺ. തേർഡ് വൺ ഓട്ടോഡൈജറ്റിക്. ഓട്ടോഡൈജറ്റിക് എന്ന് പറഞ്ഞാൽ നരേറ്റർ നരേറ്റീവിൽ ഉണ്ടായിരിക്കും, അത് മാത്രമല്ല ആ നരേറ്റർ ആയിരിക്കും അതിലത്തെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, അതാണ് ഓട്ടോഡൈജറ്റിക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ജെറാൾഡ് ജെന്നറ്റ് 3 കൈൻഡ്സ് ഓഫ് നരേറ്റേഴ്സിനെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഹെട്രോഡൈജറ്റിക്. ഹെട്രോഡൈജറ്റിക് നരേറ്റർ എന്ന് പറഞ്ഞാൽ ആ നരേറ്റർ ആ നരേറ്റീവിൽ ഉണ്ടാവില്ല. സെക്കൻഡ് വൺ ഹോമോഡൈജറ്റിക് നരേറ്റർ. അങ്ങനെ പറഞ്ഞാൽ ആ നരേറ്റർ ആ നരേറ്റീവിൻ്റെ ഉള്ളിലുണ്ടാവും, ആൻഡ് ജസ്റ്റ് ലൈക്ക് ദ ഫസ്റ്റ് പേഴ്സൺ അക്കൗണ്ട്. ആൻഡ് തേർഡ് വൺ ഓട്ടോഡൈജറ്റിക് നരേറ്റർ. ഓട്ടോഡൈജറ്റിക് നരേറ്റർ എന്ന് പറഞ്ഞാൽ ആ നരേറ്റർ വുഡ് ബി ഇൻസൈഡ് ദ നരേറ്റീവ്, മാത്രമല്ല അദ്ദേഹമായിരിക്കും അതിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. ഈ 3 ദാറ്റ് ഈസ് ഹെട്രോഡൈജറ്റിക്, ഹോമോഡൈജറ്റിക്, ഓട്ടോഡൈജറ്റിക്. ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് നരേറ്റേഴ്സ് ഡിസ്ക്രൈബ്ഡ് ബൈ ജെറാൾഡ് ജെന്നറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ആ 3 ടൈപ്സ് ഓഫ് നരേറ്റേഴ്സിൽ വരുന്നത്. അപ്പോൾ ജെറാൾഡ് ജെന്നറ്റ് നോക്കുമ്പോൾ നമ്മൾ പറയേണ്ടത്, ആദ്യം അദ്ദേഹം 3 കോൺസെപ്റ്റുകൾ പറഞ്ഞു. റെസിറ്റ്, ഹിസ്റ്റോയർ ആൻഡ് നരേഷൻ. റെസിറ്റ്, ഹിസ്റ്റോയർ ആൻഡ് നരേഷൻ. പിന്നെ അദ്ദേഹം കോൺസെപ്റ്റ് ഓഫ് നരേറ്റർ ആൻഡ് നരേറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. 3 ടൈപ്സ് ഓഫ് നരേറ്റർ, ഹെട്രോഡൈജറ്റിക്, ഹോമോഡൈജറ്റിക്, ഓട്ടോഡൈജറ്റിക്. അങ്ങനെ 3 ടൈപ്സ് ഓഫ് നരേറ്റേഴ്സിനെയും ഈ ജെറാൾഡ് ജെന്നറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മറ്റ് സ്ട്രക്ചറലിസ്റ്റുകൾക്കൊക്കെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടുള്ളൊരു സ്ട്രക്ചറലിസ്റ്റാണ് നമ്മുടെ റോളണ്ട് ബർത്തേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ നരേറ്റീവ്സിലുള്ള കോമ്പോണൻസ് അതിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓരോ വസ്തുക്കളായിട്ടാണ് റോളണ്ട് ബർത്തേഴ്സ് കണ്ടത്. ദാറ്റ് വാസ് കോൺട്രറി ടു അതർ സ്ട്രക്ചറലിസ്റ്റ്. മറ്റ് സ്ട്രക്ചറലിസ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇദ്ദേഹം ചിന്തിച്ചത്. സോ റോളണ്ട് ബർത്തേഴ്സ് സീസ് ദ കോമ്പോണൻസ് ഓഫ് എ നരേറ്റീവ് ആസ് ഇൻഡിപെൻഡൻറ്റ് എൻറ്റൈറ്റി. സോ അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹത്തിൻ്റെ ആ ഒരു റോളണ്ട് ബർത്തേഴ്സിൻ്റെ ഒരു ഇതിൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്വൻസ് ഓഫ് ആക്ഷൻസ് ആണ്. ഓക്കെ, ആക്ഷൻസിൻ്റെ സീക്വൻസ് ആണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇൻഡൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡെക്സിൻ്റെ ആ ഒരു ഇതാണ് ഇൻഡൈസസ് എന്ന് പറയുന്നത്. സോ ഇൻഡൈസസ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷനാണ്. റോളണ്ട് ബർത്തേഴ്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹം കോമ്പോണൻസ് ഓഫ് നരേറ്റീവ്സിനെ ഇൻഡിപെൻഡൻറ്റ് എൻറ്റൈറ്റീസ് ആയിട്ടാണ് കണ്ടത്. ഓക്കെ, അതുമാതിരി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ആക്ഷൻസ് ആണ്. ഇൻഡൈസസ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ അബൌട്ട് ക്യാരക്ടേഴ്സ് ആണ്. സോ അതാണ് റോളണ്ട് ബർത്തേഴ്സിനെ പറ്റിയിട്ട് അതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ ഈ റോളണ്ട് ബർത്തേഴ്സ് ഫസ്റ്റ് നമ്മൾ റോളണ്ട് ബർത്തേഴ്സിനെ പറ്റി പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ടെക്സ്റ്റിനെ 3 കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ആക്കിയിട്ടുണ്ട്. ഫങ്ഷൻസ്, ആക്ഷൻ ആൻഡ് നരേറ്റീവ്സ് ഇറ്റ് സെൽഫ്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ വേർഡ്സ് ദാറ്റ് പെർഫോം ഡിഫറെൻറ്റ് ഫങ്ഷൻ ആണ്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് ആൻഡ് ഇൻസിഡൻസ് ആണെന്നൊക്കെ. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു നരേറ്റീവിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹം പറയുമ്പോൾ നരേറ്റീവിൻ്റെ ഡിഫറെൻറ്റ് കോമ്പോണൻസിനെ ഇൻഡിപെൻഡൻറ്റ് എൻറ്റൈറ്റീസ് ആയിട്ടാണ് റോളണ്ട് ബർത്തേഴ്സ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ഹിം നരേറ്റീവിൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ആക്ഷൻസും അതുമാതിരി തന്നെ ഇൻഡൈസസ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ അബൌട്ട് ദ ക്യാരക്ടേഴ്സുമാണ്. ഒന്ന് മാറിപ്പോരുത്. സോ പോയിന്റ്സ് നോട്ട് ചെയ്യാം. പിന്നെ ഇതിൽ ഒരാളും കൂടി പറയുന്നുണ്ട്, ദാറ്റ് ഇസ് നോർത്രോപ്പ് ഫയർ. എങ്ങനെയാണ് ഈ ഒരു സ്ട്രക്ചറലിസ്റ്റ് നാരേറ്റോളജിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ, ഹി ഐഡൻറ്റിഫൈഡ് ദ വെർബൽ സ്ട്രക്ചർ ആസ് ദ ബേസിസ് ഓഫ് ലിറ്ററേച്ചർ.
ലിറ്ററേച്ചറിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ വേർബൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ടുള്ള ബൈ യൂസ് ഓഫ് അവർ സ്പീച്ച് നമ്മളെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള സ്ട്രക്ചർ, അതാണ് വേർബൽ സ്ട്രക്ചർ. അപ്പോൾ നോർത്രോപ്പ് ഫയർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹി ഐഡൻറ്റിഫൈഡ് വേർബൽ സ്ട്രക്ചർ ആസ് ദ ബേസിസ് ഓഫ് ലിറ്ററേച്ചർ. അതാണ് നോർത്രോപ്പ് ഫയറിൻ്റെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇത്രയാണ് നരേറ്റോളജിയിൽ വരുന്നത്. നരേറ്റോളജിയിൽ മെയിനായിട്ട് നമ്മൾ പറഞ്ഞു നരേറ്റോളജി അല്ലെങ്കിൽ സ്ട്രക്ചർലെസ് നരേറ്റോളജി പറഞ്ഞാൽ ദ സ്ട്രക്ചർലെസ് തിയറി ആൻഡ് ക്രിട്ടിക് ഓഫ് നരേറ്റീവ് ആണ്. പിന്നെ അതിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ഈ ഒരു ലെവി സ്ട്രോസിൻ്റെ തിയറി ഓഫ് മിത്താണ് ഇതിലേക്ക് ലീഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചറൽ ആന്ത്രോപോളജി എന്നുള്ള ബുക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. അതൊക്കെ ജസ്റ്റ് ഒന്നുകൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ വ്ളാഡിമർ പ്രോപ്പിൻ്റെ ബുക്കായിട്ടുള്ള മോർഫോളജി ഓഫ് ദ ഫോക്ക് ടെയിലിൽ ഇദ്ദേഹം ഒരു നരേറ്റീവിൻ്റെ ഫോക്ക് ടെയിലിൻ്റെ നരേറ്റീവിൽ 31 ഫങ്ഷൻസും 7 ആക്ഷൻസും ഇദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തത് പറഞ്ഞു. ദെൻ AJ ഗ്രേമാസിൻ്റെ 3 പെയർ തിയറി അതായിട്ടുള്ള കാര്യങ്ങളും 3 ബേസിക് പാറ്റേൺസ് ഓഫ് നരേറ്റീവ് അതും നമ്മൾ പറഞ്ഞു. ദെൻ ജെറാൾഡ് ജെന്നറ്റ് വെച്ച 3 കോൺസെപ്റ്റ് റെസിറ്റ്, ഹിസ്റ്റോർ ആൻഡ് നരേഷൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് ഓഫ് നരേറ്റർ ആൻഡ് നരേറ്റി ആൻഡ് 3 ടൈപ്സ് ഓഫ് നരേറ്റേഴ്സ് നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ ഈ റോളൻഡ് ബാർത്തസിൻ്റെ കാര്യം പറഞ്ഞു ആൻഡ് നോർത്രോപ്പ് ഫയറിൻ്റെ കാര്യം പറഞ്ഞു. ഇത്രയാണ് നരേറ്റോളജിയിൽ വരുന്നത്. ആൻഡ് ബൈ ദിസ് നമ്മുടെ സ്ട്രക്ചറലിസം എന്നുള്ള ഒരു ഫസ്റ്റ് സെക്ഷൻ മൊഡ്യൂൾ 2 ആദ്യത്തെ സെക്ഷൻ സ്ട്രക്ചറലിസം ഫിനിഷ്ഡ്. ഓക്കെ, ദാറ്റ് മീൻസ് സ്ട്രക്ചറലിസം പഠിച്ചു, ഫെർഡിനാൻഡ് ഡിസോഷർ പഠിച്ചു, ദെൻ റോളൻഡ് ബർത്തസ് പഠിച്ചു, ദെൻ ക്ലൗഡ് ലെവി സ്ട്രോസിനെ പറ്റി പഠിച്ചു ആൻഡ് നരേറ്റോളജിനെ പറ്റി പഠിച്ചു. അപ്പോൾ ഇത്രയാണ് ഇത് ഒന്നാമത്തെ സെക്ഷൻ സ്ട്രക്ചറലിസത്തിൽ വരുന്നത്. നെക്സ്റ്റ് ഇതിൽ വരുന്നത് പോസ്റ്റ് സ്ട്രക്ചർലെസ് ആണ്. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ വൈകാതെ തന്നെ വരും. അതുവരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മുടെ ചാനൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.